പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഓട്ടോമൻ സാമ്രാജ്യത്തെക്കുറിച്ചാണ്. ഈ ഒരു പാഠഭാഗത്ത് ആദ്യം തന്നെ ഒരു ചോദ്യമാണ് നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്നത്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ച ഒരു ഭാഗമാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം തകരാനുണ്ടായ പ്രധാന കാരണങ്ങൾ. അഥവാ CE 1453 തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടെയാണ് ഓട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെട്ടത്. അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുടെ കാരണം എന്തായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയതോടുകൂടെയാണ് ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും വലിയ ശക്തിയായി മാറാൻ തുടങ്ങിയത്. പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും പിന്നീട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറാൻ തുടങ്ങി. മാത്രമല്ല, ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ പ്രഭാവത്തിലെത്തിയത്, ഏറ്റവും വലിയ ശക്തിയായത്, അതിൻ്റെ ഏറ്റവും വലിയ ശക്തി ലോകത്തിന് തെളിയിച്ചു കൊടുത്തത് സുലൈമാൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ആരാണ് സുലൈമാൻ? സുലൈമാനെ ചരിത്രത്തിൽ വിളിക്കുന്നത് അൽ ഖാനൂനി അഥവാ നിയമദാതാവ് എന്ന പേരിലായിരുന്നു സുലൈമാൻ അറിയപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓട്ടോമൻ നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഏറ്റവും നല്ലൊരു നിയമസംഹിത ഉണ്ടാക്കി എന്നതുകൊണ്ടാണ് സുലൈമാനെ അൽ ഖാനൂനി നിയമദാതാവ് എന്ന പേരിൽ വിളിക്കാനുണ്ടായ കാരണം. ഈ ഒരു സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃത ഭരണമായിരുന്നു നടന്നിരുന്നത്. ഇക്കാലത്ത് യൂറോപ്പിലെ പല പ്രദേശങ്ങളും ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. ഓട്ടോമൻ ഭരണാധികാരികളിലൂടെയാണ് യൂറോപ്യർക്ക് ഏഷ്യയിലെ ഈ വൻശക്തികളെ തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഒന്നാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഓട്ടോമൻ സാമ്രാജ്യം തകർന്നടിയുകയാണ് ഉണ്ടായത്.